ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു പാൽഗോവ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും അളവ് പാത്രമായിട്ട് എടുക്കാം. ബാക്കി എല്ലാതും ആ അളവ് പാത്രത്തിൽ തന്നെ അളന്നെടുക്കണം എന്ന് മാത്രം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. അതിനുശേഷം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യ് ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊട്ടും കരിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണത് കേട്ടോ. ഇതൊരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ എണ്ണയൊക്കെ കിനിഞ്ഞ് വരും. മാവ് നല്ല മൂത്ത മണം വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഒരു മിക്സി ജാർ എടുത്ത അളവ് പാത്രത്തിന് 1 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒരു 25 ഏലക്കായയുടെ കുരു മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ തൊലി എടുക്കാറില്ല. അതിങ്ങനെ ചണ്ടി പോലെ കിടക്കണോണ്ട് എനിക്ക് കടിക്കണേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അത് നന്നായിട്ട് അടിച്ച് നല്ല പൗഡറാക്കി എടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 10 രൂപയുടെ 5 പാക്കറ്റ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തവി വെച്ച് ഇളക്കിയതിന് ശേഷം ഞാനിതൊരു ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. ഇത് മിക്സിയുടെ ജാറിലിട്ട് മിക്സ് ചെയ്ത് എന്തിനാ വെച്ചാൽ ഇതിലെ എണ്ണയൊക്കെ ഒന്നും കൂടി കിനിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉണ്ട പിടിക്കാൻ വേണ്ടിയാണ്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. എനിക്ക് എളുപ്പത്തിന് ചെറിയ ബോൾസ് ആക്കാറാണ് പതിവ്. അതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറിയ ബോൾസാക്കി എടുക്കാം. ആക്കുന്ന സമയത്ത് പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മളെ പാൽഗോവ റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് വെള്ളമൊന്നും തട്ടാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് 1 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഞാനിത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ വെച്ചേക്കണം, എന്തിനാച്ചാൽ ഉറുമ്പ് വരാണ്ടിരിക്കാനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.